Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 45. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇടയ്ക്കിടെ ചീറിയടിക്കുന്ന കാറ്റിന്റെ ശക്തിയിൽ ആടിയുലയുന്ന മരങ്ങൾക്കിടയിൽ കാലപ്പഴക്കം ചെന്ന ആ കെട്ടിടം ഒരു ഭീമാകാരമായ പ്രേതകുടീരം പോലെ മരവിച്ചു നിന്നു. ചുറ്റും തളം കെട്ടി നിൽക്കുന്ന ഭയാനകമായ നിശബ്ദതയെ ഭേദിക്കുവാൻ മടിച്ചെന്നതുപോലെ അവർ 4 പേരും ശ്വാസമടക്കിപ്പിടിച്ചാണ് കെട്ടിടത്തിന് ചുറ്റും നടന്നത്. ഓരോ തകർന്ന ജനലിനരികിലെത്തുമ്പോഴും അവർ പതുങ്ങി നിന്ന് അകത്തേക്ക് നോക്കി. പക്ഷേ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന മുറികൾക്കുള്ളിലെ കനത്ത ഇരുട്ടല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു തരി വെളിച്ചമോ നേരിയ ഒരു അനക്കമോ, ജീവന്റെ ഒരു കണിക പോലുമോ ആ കെട്ടിടത്തിനുള്ളിൽ ഉള്ളതിന്റെ ലക്ഷണങ്ങൾ കാണാനില്ല. അവിടം മരണതുല്യമായ ശാന്തതയിലായിരുന്നു. നിരാശയും അതിലേറെ ആശങ്കയും നിറഞ്ഞ മനസ്സോടെ പ്രദീപും സുധീഷും മുഖത്തോട് മുഖം നോക്കി. ഇനി എന്തു വേണമെന്ന ചോദ്യം അവരുടെ കണ്ണുകളിൽ നിഴലിച്ചു നിന്നു. ഉത്തരം തേടുന്നത് പോലെ അവർ മുന്നിൽ നടക്കുന്ന വിശ്വന്റെയും ദേവന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഇനിയിപ്പോ എന്തു ചെയ്യും? ദേവന്റെ അടക്കിപ്പിടിച്ച ചോദ്യം കാതിനരികിൽ ഒരു അശരീരി പോലെയാണ് വിശ്വൻ കേട്ടത്. അവൻ മെല്ലെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന ആ കണ്ണുകളിൽ ഒരു നിമിഷത്തെ ആലോചന പോലും ഉണ്ടായിരുന്നില്ല. ഒളിക്കാം. അതെ, പതിഞ്ഞ ശബ്ദത്തിൽ തന്നെ, എന്നാൽ ഒട്ടും സംശയമില്ലാത്ത ഉറച്ച മറുപടി. ദേവൻ ഒന്ന് അമ്പരന്നു. ഒരു ജനാല പൊളിച്ച് അകത്ത് കയറാം, വേറെ വഴിയില്ല. വിശ്വനത് പറഞ്ഞു തീരും മുൻപ് ദേവൻ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ഇരുമ്പൂടി മുന്നിൽ കണ്ട ജനാലയുടെ തകർന്ന ചില്ലുകൾക്കിടയിലൂടെ അവൻ അകത്തേക്ക് കടത്തി. ദ്രവിച്ച തടിപ്പലകയിൽ വടികുത്തി സർവശക്തിയുമെടുത്ത് ഒന്ന് തിരിച്ചു. അടുത്ത നിമിഷം അവിടുത്തെ നിശബ്ദതയെ അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് പിടിവിട്ട വലിയൊരു ചില്ലുവാളി അകത്തെ മൊസൈക്ക് തറയിലേക്ക് ഊർന്നു വീണു. ഭീമാകാരമായൊരു ശബ്ദമുയർന്നു. ആ വിജനമായ കെട്ടിടത്തിനുള്ളിൽ തളം കെട്ടി നിന്ന കനത്ത നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ചില്ലുകൾ തറയിൽ വീണുടഞ്ഞ ആ ശബ്ദം ഒരു വെടിയൊച്ച പോലെ മുഴങ്ങി. രാത്രിയുടെ നിശബ്ദതയിൽ അത് മാറ്റലുകൊണ്ടു. ആ ശബ്ദത്തിന്റെ തീവ്രതയിൽ പുറത്തുനിന്ന് 4 പേരും ഒരു നിമിഷം ശ്വാസം പോലും വിടാൻ മറന്നു നിന്നുപോയി. കൂരിരുട്ടിൽ പതിയിരുന്ന വവ്വാലുകൾ എവിടെ നിന്നോ ചിറകടിച്ചുയർന്നു. തറയിൽ വീണുടഞ്ഞ ചില്ലിന്റെ ശബ്ദം മായും മുൻപേ കൂരിരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ എവിടെയോ ഒരു ടോർച്ച് വെളിച്ചം മിന്നൽ പോലെ പാഞ്ഞു. വിശ്വൻ ചുണ്ടിൽ വിരൽ വെച്ചു. ആ ആംഗ്യത്തിൽ അനങ്ങരുത് എന്ന കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് നിഴലുകൾ പോലെ അവർ 4 പേരും ജനലിന്റെ ഇരുവശത്തേക്കും തെന്നി മാറി. ശ്വാസമടക്കി ഭിത്തിയോട് ചേർന്ന് ഒട്ടിനിന്നു. അടുത്ത നിമിഷം ആ ജനാലയിലൂടെ ഒരു ടോർച്ചിന്റെ വെളിച്ചം പുറത്തെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് വന്നു. ആരോ മുഖം ജനൽ കമ്പികളോട് ചേർത്ത് പുറത്തേക്ക് ഉറ്റുനോക്കുന്നുണ്ടെന്ന് ആ വെളിച്ചത്തിന്റെ ചലനത്തിൽ നിന്നും വ്യക്തമായിരുന്നു. അവരുടെ ഹൃദയമിടിപ്പ് ഭിത്തിയിലൂടെ പുറത്തേക്ക് കേൾക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ. ഓ, അത് കാറ്റുകൊണ്ട് വല്ലതും വീണതാകൂടാ. അകത്തു നിന്നും പരുക്കൻ ശബ്ദത്തിലുള്ള ഒരുത്തന്റെ ശബ്ദമുയർന്നു. എന്നാലൊന്ന് നോക്കിയേക്കാം, നീ വാ. മറ്റൊരുത്തന്റെ ജാഗ്രത നിറഞ്ഞ മറുപടി. അത് കേട്ടതും ടോർച്ചിന്റെ വെളിച്ചം ജനാലിൽ നിന്നും പിൻവലിഞ്ഞ് മുറിക്കുള്ളിലൂടെ വാതിലിന്റെ ദിശയിലേക്ക് നീങ്ങി. വെളിച്ചം അകന്നുവെന്ന് ഉറപ്പായപ്പോ ഇനി എന്തു വേണമെന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കാൻ പ്രദീപ് മെല്ലെ മുഖം തിരിച്ചു. പക്ഷേ ജനാലിന്റെ അങ്ങേവശത്ത് വിശ്വനും ദേവനും ഉണ്ടായിരുന്നില്ല. പ്രദീപ് അമ്പരന്നുപോയി. പെട്ടെന്നാണ് അല്പമകലെ മുട്ടിനു മുകളിൽ വളർന്നു നിൽക്കുന്ന കാട്ടുചെടികൾ വകഞ്ഞു മാറ്റി 2 രൂപങ്ങൾ പായുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സൂക്ഷിച്ചു നോക്കുമ്പോ കെട്ടിടത്തിന്റെ പിൻവശത്തെ വാതിൽ ലക്ഷ്യമാക്കി കുതിച്ചു പായുന്ന ദേവനും വിശ്വനും. അകത്തുള്ളവർ പുറത്തേക്ക് ഇറങ്ങും മുൻപേ അവരെ അവിടെയിട്ട് പൂട്ടാനാണ് നീക്കമെന്ന് പ്രദീപിന് മനസ്സിലായി. വാട! സുധീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പ്രദീപ് അവർക്കു പിന്നാലെ ഇരുട്ടിലൂടെ കുതിച്ചു. പിൻവശത്തെ ദ്രവിച്ചു തുടങ്ങിയ വലിയ വാതിലിനരികിലേക്ക് അവർ എത്തുമ്പോഴേക്കും തുരുമ്പിച്ച വിജാഗിരികൾ ഉരസുന്ന ഭയാനകമായൊരു ഞരക്കത്തോടെ അത് തുറന്നു. ആ ശബ്ദം കേട്ടതും ഒരൊറ്റ നിമിഷം കൊണ്ട് വിശ്വനും ദേവനും അവർക്കു പിന്നാലെ എത്തിയ പ്രദീപും സുധീഷും വാതിലിന് ഇരുവശത്തുമുള്ള ഇരുട്ടിലേക്ക് മാറി നിന്നു. തുറന്നു വന്ന വാതിലിനിടയിലൂടെ ആദ്യം പുറത്തേക്ക് നീണ്ടത് ടോർച്ചു പിടിച്ച ഒരു കൈയായിരുന്നു. വെളിച്ചം പുറത്തെ ഇരുട്ടിലേക്ക് പരതിയ അതേ നിമിഷം ഇരയെ കാത്തുനിന്ന ഒരു പുലിയുടെ വേഗതയോടെ ദേവൻ ആ കയ്യിൽ കടന്നുപിടിച്ചു. ഒന്ന് ചിന്തിക്കാൻ പോലുമുള്ള സാവകാശം കൊടുക്കാതെ സർവശക്തിയുമെടുത്ത് ദേവൻ അയാളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിലതെറ്റി അയാൾ
വലിയൊരു പൊതി പോലെ മുറ്റത്തെ കാട്ടുചെടികൾക്കിടയിലേക്ക് തെറിച്ചു വീണു. ഭയവും വേദനയും കൊണ്ട് അയാളുടെ തൊണ്ടയിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു നിലവിളി ഉയർന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപേ വീണവന് പിന്നാലെ രണ്ടാമത്തെയാൾ കൂടി വെപ്രാളത്തോടെ പുറത്തേക്ക് ചാടി. വാതിൽ കടന്നതും ഇരുട്ടിൽ കാത്തു നിന്നിരുന്ന വിശ്വൻ കാലുയർത്തി അവന്റെ നെഞ്ചിനു നേരെ ആഞ്ഞു തൊഴിച്ചു. ആ തൊഴിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്ന ആദ്യത്തവന്റെ ദേഹത്തേക്ക് തന്നെ അലച്ചും കെട്ടി വീണു. ആ നിമിഷം തന്നെ ഇരുട്ടിൽ നിന്നും രണ്ട് നിഴലുകൾ പോലെ സുധീഷും പ്രദീപും അവരുടെ മേലേക്ക് ചാടി വീണു. പുറകിൽ കരുതിയിരുന്ന വടിവാളും അരയിൽ നിന്ന് കത്തിയും നിമിഷം കൊണ്ട് പുറത്തേക്കെടുത്ത് താഴെ കിടക്കുന്ന ഗുണ്ടകളുടെ കഴുത്തിനു നേരെ അമർത്തിപ്പിടിച്ച് അവരെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ അവർ അവിടെ തളച്ചിട്ടു. പുറത്തെ ബഹളവും നിലവിളിയും കേട്ട് ആ കെട്ടിടം ഉണർന്നു കഴിഞ്ഞിരുന്നു. അകത്ത് ധൃതിയിലുള്ള കാലൊച്ചകൾ കേട്ടു തുടങ്ങി. വാടാ, ആരോ വന്നിട്ടുണ്ട്, വേഗം വാ. അകത്തു നിന്നും പരിഭ്രാന്തി നിറഞ്ഞ എന്നാൽ ഉച്ചത്തിലുള്ള ആക്രോശം കേട്ടു. ഇനിയൊരു നിമിഷം പോലും കളയാനില്ല. വിശ്വൻ കയ്യിലെ തോക്ക് മുറുക്കെ പിടിച്ച് മരണത്തിന്റെ ദൂതനെ പോലെ ആ വാതിലിലൂടെ അകത്തേക്ക് ഇരച്ചു കയറി. ഒട്ടും വൈകാതെ വരാൻ പോകുന്ന എന്തിനേയും നേരിടാൻ തയ്യാറെടുത്ത് ദേവനും അവനു പിന്നാലെ ഉള്ളിലേക്ക് കുതിച്ചു. പുറത്ത് വീണുപോയ രണ്ട് ഗുണ്ടകളും വടിവാളിന്റെ മുനയിൽ അനങ്ങാതെ കിടക്കുമ്പോൾ അകത്ത് മറ്റൊരു യുദ്ധം തുടങ്ങുകയായിരുന്നു. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് ചാടിക്കയറി വിശ്വനും ദേവനും ഒരു നിമിഷം അന്ധരായിപ്പോയി. ഒരു കൂട്ടം ടോർച്ച് ലൈറ്റുകൾ ഒരേ സമയത്താണ് അവരുടെ മുഖത്തേക്ക് തെളിഞ്ഞത്. പ്രകാശത്തിന്റെ ആ കുത്തൊഴുക്കിനിടയിലും ദേവൻ പെട്ടെന്ന് കണക്കുകൂട്ടി. ഏകദേശം 20 പേരോളമുണ്ട് മുന്നിൽ. പലരുടെയും കയ്യിൽ ആയുധങ്ങളുമുണ്ട്. വെളിച്ചം കണ്ണിലേക്ക് അടിക്കുന്നത് കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരുടെ രൂപങ്ങൾ വ്യക്തമല്ല. ദേവൻ കയ്യിലിരുന്ന ഇരുമ്പുവടി വായിലൂടെ ഒന്ന് ചുഴറ്റി. കാറ്റിൽ അതൊരു മൂളൽ ശബ്ദമുണ്ടാക്കി. അപ്പോഴാണ് വെളിച്ചത്തിന് പിന്നിൽ നിന്നും പരിഹാസം നിറഞ്ഞൊരു ചോദ്യം ഉയർന്നത്. ആഹാ, മന്ത്രി സാറും ഇൻസ്പെക്ടർ ഏമാനും ഉണ്ടല്ലോ. ആ ശബ്ദത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞതിനൊപ്പം ദേവന് മറ്റൊരു കാര്യം കൂടി പിടികിട്ടി. ഇവന്മാർ നാട്ടുകാരുമല്ല, പക്ക ക്രിമിനലുകളാണ്. കൊല്ലാനും ചാകാനും മടിയില്ലാത്തവർ. വിശ്വൻ കൈത്തോക്ക് മുകളിലേക്ക് ഉയർത്തി കാഞ്ചിയിൽ വിരലമർത്തി. പുറത്ത് ചീറിപ്പായുന്ന കാറ്റിന്റെ ഇരമ്പലിനെയും കീറി മുറിച്ചുകൊണ്ട് വെടിയുണ്ട ആ പഴയ കെട്ടിടത്തിനുള്ളിൽ പ്രകമ്പനം കൊണ്ടു. തോക്കിൻ കുഴലിൽ നിന്നും ചിതറിയ തീപ്പൊരിയുടെ വെളിച്ചത്തിൽ ഇരുട്ടിൽ ടോർച്ചിനു പിന്നിലായി മറഞ്ഞു നിന്നിരുന്നവരുടെ മുഖങ്ങൾ ഒരു നിമിഷം മിന്നിത്തെളിഞ്ഞു. കൊടും കുറ്റവാളികളെന്ന് നെറ്റിയിൽ എഴുതി വെച്ചതുപോലെയുള്ള വടുക്കളും ക്രൂരതയും നിറഞ്ഞ മുഖങ്ങൾ. വിശ്വൻ തന്റെ തോക്ക് അവർക്ക് നേരെ താഴ്ത്തിപ്പിടിച്ചു. എന്നാൽ ആ നിമിഷം തന്നെ ഇരുളിന്റെ മറവറ്റി എവിടെയോ നിന്ന് പാഞ്ഞു വന്ന ഭാരമുള്ള എന്തോ ഒന്ന് വിശ്വന്റെ തലയിൽ വന്നിടിച്ചു. അപ്രതീക്ഷിതമായ വേദനയിൽ വിശ്വൻ തല കുടഞ്ഞുപോയി. കയ്യിൽ നിന്നും തോക്ക് ദൂരെ എവിടേക്കോ തെറിച്ചുപോയി. മുന്നിലേക്ക് കുതിച്ച ഗുണ്ടകൾക്ക് നേരെ ഇരുമ്പുവടി വീശിക്കൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ദേവൻ ചാടി വീണു. വിശ്വൻ തലയിൽ കൈവച്ചു നോക്കി. വിരലുകൾക്കിടയിലൂടെ ചൂടുള്ള ചോര ഒലിച്ചിറങ്ങുന്നു. നെറ്റിയിൽ നിന്നും കവിളിലൂടെ രക്തം താഴെ കൊഴുകി. പക്ഷേ വേദനയെ വകവെക്കുവാൻ സമയമില്ലായിരുന്നു. പഴയ പാർട്ടിക്കാലത്തെ വീര്യം സിരകളിൽ ആവാഹിച്ചുകൊണ്ട് ചോര ഒലിക്കുന്ന തലയുമായി അവനും ദേവനു പിന്നാലെ ശത്രുക്കൾക്ക് നേരെ എടുത്തു ചാടി. അകത്തെ വെടിയൊച്ചയും ബഹളവും കേട്ട് പുറത്തുനിന്ന സുധീഷിനും പ്രദീപിനും അപകടം മണത്തു. താഴെ കിടന്നവന്മാരെ ഇനി എഴുന്നേൽക്കാൻ വയ്യാത്ത വിധം, എന്നാൽ ജീവൻ പോകാത്ത രീതിയിൽ വടിവാളിന്റെ പിടികൊണ്ടും അരം കൊണ്ടും കൈകാര്യം ചെയ്തിട്ട് അവരും അകത്തേക്ക് പാഞ്ഞു. പിന്നീട് അവിടെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. ആ പഴയ കെട്ടിടത്തിന്റെ ദ്രവിച്ച തറയിൽ പൊടിപടലങ്ങൾ ഉയർന്നു. ദേവൻ തന്റെ കയ്യിലെ ഇരുമ്പുവടി ഒരു സുദർശന ചക്രം പോലെ ചുഴറ്റി. അടുക്കാൻ വന്നവന്റെ കാൽമുട്ടിനെ നോക്കി അവൻ ആഞ്ഞടിച്ചു. എല്ല് പൊട്ടുന്ന ശബ്ദത്തോടെ അവൻ നിലവിളിച്ചുകൊണ്ട് വീണു. ചോരയൊലിക്കുന്ന തലയുമായി വിശ്വൻ ഒരു മദം പൊട്ടിയ ആനയെപ്പോലെയായിരുന്നു. മുന്നിൽ വന്നവന്റെ താടിയെല്ല് നോക്കി അവൻ ആഞ്ഞിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ അവൻ തെറിച്ചുപോയി ഭിത്തിയിൽ ഇടിച്ചു വീണു. അടുത്ത നിമിഷം മറ്റൊരാൾ വിശ്വന്റെ നേരെ കത്തിയുമായി പാഞ്ഞെടുത്തു. വായുവിൽ ശരീരം വെട്ടിച്ച് വിശ്വൻ ആ കുത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. അവന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ച് തിരിച്ചൊടിച്ചു. സുധീഷും പ്രദീപും ഒട്ടും മോശമാക്കിയില്ല. വടിവാളിന്റെ പരന്ന വശം കൊണ്ട് ഗുണ്ടകളുടെ മുതുകിനും കൈകാലുകൾക്കും അവർ മാറി മാറി പ്രഹരിച്ചു. എതിരാളികളുടെ ജീവൻ എടുക്കരുത് എന്നത് വിശ്വന്റെ നിർദ്ദേശമായിരുന്നു. ഗുണ്ടകളുടെ വന്യമായ ആക്രമണങ്ങളിൽ നിന്നും മെയ്വഴക്കത്തോടെ അവർ ഒഴിഞ്ഞു മാറി. 4 പേരും 4 ദിശയിൽ നിന്ന് ഒരുമയുടെ കരുത്തിൽ ആ ക്രിമിനൽ സംഘത്തെ നേരിട്ടു. അടികൊണ്ട് വീഴുന്നവരുടെ നിലവിളികളും സാധനങ്ങൾ തകരുന്ന ശബ്ദവും ആക്രോശങ്ങളും കൊണ്ട് ആ പ്രേതാലയം വിറകൊണ്ടു. അടികൾ കൊടുക്കുന്നതിനൊപ്പം തന്നെ 4 പേരും അത്യാവശ്യം വാങ്ങിച്ചു കൂട്ടുന്നുമുണ്ടായിരുന്നു. ശരീരമാസകലം വേദന പടർന്നിട്ടും
അതൊന്നും വകവെക്കാതെ അവർ പൊരുതിക്കൊണ്ടിരുന്നു. എതിരാളികളെ പെട്ടെന്ന് കീഴടക്കുവാനുള്ള പരിശീലനവും പഴയ തെരുവുതല്ലിന്റെ തഴക്കവും കൈമുതലായി ഉണ്ടായിരുന്നുവെങ്കിലും എതിരാളികളുടെ അംഗബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ദേവനും കൂട്ടർക്കും പാടുപെടേണ്ടി വന്നു. 10 പേരെ വീഴ്ത്തുമ്പോൾ ഇരുട്ടിൽ നിന്നും അടുത്ത 10 പേർ പാഞ്ഞെടുക്കുകയാണ്. ക്ഷീണം അവരുടെ കൈകാലുകളെ തളർത്തി തുടങ്ങിയിരുന്നു. ഇനിയും മയത്തിൽ കളിച്ചാൽ കാര്യം നടക്കില്ലെന്ന് വിശ്വന് മനസ്സിലായി. ചോര ഒഴുകുന്ന മുഖത്തോടെ അവൻ ആക്രോശിച്ചു. ഇനി നോക്കണടാ, കിടത്താൻ പറ്റുന്നവരൊക്കെ അങ്ങ് കിടത്തിക്കോ. ആ വിളി കേട്ടതോടെ പ്രദീപിന്റെയും സുധീഷിന്റെയും മട്ടും ഭാവവും മാറി. അവരുടെ ആക്രമണത്തിന്റെ രീതി തന്നെ മാറിമറിഞ്ഞു. അതുവരെ പ്രതിരോധത്തിൽ ഊന്നിയിരുന്നുവെങ്കിൽ പിന്നീടങ്ങോട്ട് വേട്ടയാടുകയായിരുന്നു. അവന്മാരുടെ കയ്യിലിരുന്ന കത്തിയും വടിവാളും വായുവിലൂടെ പാഞ്ഞു. മുന്നിൽ വന്നവന്മാരുടെ കൈകളിലും കാലുകളിലും ആഴത്തിലുള്ള മുറിവുകൾ വീണു. ചോര തെറിക്കുന്ന ശബ്ദവും നിലവിളികളും ആ മുറിയിൽ മുഴങ്ങി. ദേവനും ഒട്ടും കുറച്ചില്ല. കയ്യിലിരുന്ന ഇരുമ്പുവടി ഒരു കാലിന്റെ ദണ്ടുപോലെ അവൻ ചുഴറ്റി. മുന്നിൽ വന്നവന്മാരുടെ കണങ്കാൽ നോക്കി അവൻ ആഞ്ഞടിച്ചു. എല്ലുപൊട്ടുന്ന ശബ്ദങ്ങൾ തുടരെ തുടരെ കേട്ടു. അടിയേറ്റവർ നിലവിളിച്ചും കൊണ്ട് തറയിലേക്ക് വീണുരുണ്ടു. നിലത്തുനിന്നും കിട്ടിയ ഒരു വടിയെടുത്ത് വിശ്വനും കൂടെ കൂടി. എന്നിട്ടും ലഹരിയുടെ മരവെപ്പിലായിരുന്ന ഗുണ്ടകൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവശേഷിച്ചവർ ആർത്തിരമ്പുന്ന തിരമാല പോലെ തിരിച്ചാക്രമിക്കാനടുത്തു. അതിനിടയിലാണ് തകർന്നു കിടക്കുന്ന വാതിലിനിടയിലൂടെ 2 നിഴലുകൾ കൂടി മിന്നൽ വേഗത്തിൽ അകത്തേക്ക് ചാടിക്കയറുന്നത് ദേവൻ കണ്ടത്. പൊടിപടലങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ തെളിയുന്ന ടോർച്ച് വെളിച്ചത്തിൽ ആ മുഖങ്ങൾ അവൻ വ്യക്തമായി കണ്ടു. സെബാസ്റ്റ്യൻ സാറും ക്രിസ്റ്റിയും. ഒരു നിമിഷം പോലും പാഴാക്കാതെ കാത്തിരുന്ന ഇരയെ കിട്ടിയ സിംഹങ്ങളെ പോലെ അവർ ഗുണ്ടകൾക്ക് നേരെ ചാടി വീണു. ആ കാഴ്ച ദേവനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പണ്ടൽപ്പം തല്ലുകൊള്ളിത്തരമൊക്കെ കയ്യിലുള്ള ആളായിരുന്നു സെബാസ്റ്റ്യൻ സാറുമെന്ന് ക്രിസ്റ്റിയെക്കുറിച്ച് അന്വേഷിച്ച കൂട്ടത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിലും ഇതുപോലൊരു പ്രകടനം അങ്ങേരിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രായത്തെ വെല്ലുന്ന കരുത്തുമായി സെബാസ്റ്റ്യൻ സാർ മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് 2 കൈകൾ കൊണ്ടും ആഞ്ഞടിക്കുകയായിരുന്നു. ആ ഇടിയിൽ മുഖം ചതഞ്ഞരഞ്ഞ് അവൻ ബോധം കെട്ട് പിന്നിലേക്ക് മറിഞ്ഞു. എടാ, ഇടിക്കട്ട സെബാസ്റ്റ്യനാടാ അത്! ഇരുട്ടിൽ നിന്നും ഏതോ ഒരുത്തന്റെ ഭയം നിറഞ്ഞ ശബ്ദം കേട്ടു. അടുത്ത നിമിഷം തെളിഞ്ഞ ടോർച്ചിന്റെ വെളിച്ചത്തിൽ 2 കൈകളിലും ധരിച്ചിരുന്ന കറുത്ത ഇടിക്കട്ടകൾ ഉയർത്തിപ്പിടിച്ച് സെബാസ്റ്റ്യൻ സാർ ദേവനെ നോക്കി ചിരിച്ചു. ഉറക്കമുണർന്ന ഒരു ചെകുത്താന്റെ ചിരി പോലെയായിരുന്നു അത്. ക്രൂരവും എന്നാൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞതും. ക്രിസ്റ്റിയും ഒട്ടും മോശമല്ലായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന നഞ്ചാക്ക് വായുവിൽ പുളഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ ആ വരവ് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. നിമിഷ നേരം കൊണ്ടാണ് അവശേഷിച്ചിരുന്ന ഗുണ്ടകൾ നിലംപരിച്ചായത്. സെബാസ്റ്റ്യൻ സാറിന്റെ ഓരോ ഇടിയും കൊള്ളേണ്ടിടത്ത് കൊണ്ടപ്പോ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒരുത്തനെയും ഇവിടുന്ന് പുറത്തു കടക്കാൻ അനുവദിക്കരുത്! ഇതപ്പിനിടയിലും വിശ്വൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും ജീവനും കൊണ്ട് പുറത്തേക്കോടാൻ ശ്രമിച്ചവരെ സുധീഷും പ്രദീപും ക്രിസ്റ്റിയും ചേർന്ന് ഓടിച്ചിട്ട് അടിച്ചു വീഴ്ത്തി. അടിയേറ്റ് വീണ ഗുണ്ടകൾ വേദന കൊണ്ട് പുളയുമ്പോൾ കയ്യിലെ ആയുധങ്ങളുമായി സുധീഷും പ്രദീപും ക്രിസ്റ്റിയും അവർക്ക് കാവൽ നിന്നു. ആ സമയം ദേവനും വിശ്വനും സെബാസ്റ്റ്യൻ സാറും കൂടി ആ വലിയ കെട്ടിടത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ ഓരോ മുറിയും പരിശോധിച്ചും കൊണ്ട് നടക്കുകയായിരുന്നു. ഒടുവിൽ മുകളിലത്തെ നിലയിലെ ഒരു മുറി പുറത്തു നിന്നും പൂട്ടിക്കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവൻ കയ്യിലിരുന്ന ഇരുമ്പ് വടികൊണ്ട് ആ പൂട്ട് തകർത്ത് വാതിൽ തുറന്നതും ആ മുറിയുടെ മൂലയിൽ ഭയന്നു വിറച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുന്ന 2 രൂപങ്ങളെ അവർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി കണ്ടു. രശ്മികയും ഭാരതി ചേച്ചിയും. പരിചിതമായ മുഖങ്ങൾ കണ്ടതും ആ സ്ത്രീകളുടെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ കണ്ണുനീർ പൊടിഞ്ഞു. അതുവരെ അനുഭവിച്ച സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ തങ്ങൾ തേടി വന്നവരെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ വലിയൊരു ആശ്വാസം ദേവന്റെയും വിശ്വന്റെയും മുഖത്തും തെളിഞ്ഞു. അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് താഴെ വീണ് കിടന്ന ഗുണ്ടകളിൽ ഒരുത്തൻ സെബാസ്റ്റ്യൻ സാറിനെ നോക്കി ഭയത്തോടെ ഞെരുങ്ങിയത്. സെബാസ്റ്റ്യ, കൊല്ലരുത്! നിങ്ങളുടെ ഏരിയ ആണെന്ന് അറിഞ്ഞില്ല. അവന്റെ നിലവിളി കേട്ട് സുധീഷും പ്രദീപും, എന്തിന് വിശ്വൻ പോലും ഒന്ന് അന്തം വിട്ടു. മാന്യനായ കോളേജ് അധ്യാപകനെ ഇവന്മാരെന്തിനാണ് ഇത്രയ്ക്ക് പേടിക്കുന്നത്? ആ പേരിന് പിന്നിലെ കഥയറിയാതെ അവർ പരസ്പരം നോക്കി കുഴങ്ങി. കൂട്ടത്തിൽ നിശബ്ദനായി നിന്നിരുന്ന ദേവനെ നോക്കി സെബാസ്റ്റ്യൻ സാർ ഒന്ന് ചിരിച്ചു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.